മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം, ഞാൻ വിശ്വരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. കൊല്ലത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ അമ്മ രേഷ്മയോട് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സംസാരിച്ചത് ആത്മഹത്യ ചെയ്ത യുവതികൾ. അനന്തു എന്ന പ്രൊഫൈലിലൂടെ സംസാരിച്ചത് രേഷ്മയുടെ ബന്ധുക്കളായ ഗ്രീഷ്മയും ആര്യയും. പോലീസിനെ അറിയിച്ചത് ഗ്രീഷ്മയുടെ സുഹൃത്ത്. കിറ്റെക്സും സർക്കാരും സമവായത്തിൽ. മിന്നൽ പരിശോധനകൾ ഒഴിവാക്കണമെന്ന് വ്യവസായ മന്ത്രി. വ്യവസായ സ്ഥാപനങ്ങളിൽ തെറ്റായ ഇടപെടൽ സർക്കാർ നയമല്ല. വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ കിറ്റെക്സിലെത്തി MD-യുമായി സംസാരിച്ചു. സാബു ജേക്കബ് നൽകിയ രേഖകൾ തൃപ്തികരമാണെന്ന് വ്യവസായ വകുപ്പ് ജില്ലാ ജനറൽ മാനേജർ ബിജു പി എബ്രഹാം 24-നോട്. കേരളത്തിന് പുറത്ത് വ്യവസായം തുടങ്ങുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് കിറ്റെക്സ് MD സാബു ജേക്കബ്. മറ്റ് സംസ്ഥാനങ്ങൾ നൽകുന്ന സൗകര്യങ്ങൾ എങ്ങനെയെന്ന് നോക്കിയ ശേഷം തീരുമാനമെടുക്കും. കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ പങ്ക് തുറന്നു പറഞ്ഞ് അർജുൻ ആയങ്കി. കൊടിസുനയും ഷാഫിയും സ്വർണ്ണ കവർച്ചയ്ക്ക് സഹായം നൽകിയെന്ന് മൊഴി. അർജുന്റെ ഭാര്യയ്ക്ക് തിങ്കളാഴ്ച ഹാജരാകാൻ കസ്റ്റംസ് നോട്ടീസ്. കണ്ണൂരിൽ തെളിവെടുപ്പ് നടത്തി കസ്റ്റംസ് സംഘം. സർക്കാർ കൊട്ടേഷൻ സംഘങ്ങളെ ഭയക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ് ജയിൽ ഭരിച്ചിരുന്നത്. സ്വർണ്ണ കവർച്ച മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന അർജുന്റെ വാദം കസ്റ്റംസ് അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെന്നും VD സതീശൻ. കടത്തും കവർച്ചയും ചെന്നെത്തുന്നത് CPI-യിലെന്ന് BJP. സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. പരിശോധിക്കുക, തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള അനുബന്ധ കുറ്റകൃത്യങ്ങൾ. അന്വേഷണ ചുമതല മലപ്പുറം ക്രൈം SP സന്തോഷ് കുമാറിന്. ADGP S ശ്രീജിത്തിന് മേൽനോട്ട ചുമതല. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അന്വേഷിക്കും. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിക്കും. നോട്ടീസ് അയച്ചത് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിരോധത്തിലായ CPIM ശ്രദ്ധ തിരിക്കാനാണെന്നും K സുരേന്ദ്രൻ. K സുരേന്ദ്രനെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് കുമ്മനം രാജശേഖരൻ 24-നോട്. കവർച്ച ചെയ്ത പണം ധർമ്മരാജന്റേത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് CPIM-ന്റെ കേസുകൾ മറയ്ക്കാനെന്നും കുമ്മനം രാജശേഖരൻ. ബത്തേരി കോഴ വിവാദത്തിൽ വയനാട് BJP-യിൽ ഭിന്നത രൂക്ഷം. യുവമോർച്ചയിലെ കൂട്ടരാജിക്ക് പിന്നാലെ രാജ്യസന്നദ്ധ അറിയിച്ച് നഗരസഭാ പഞ്ചായത്ത് ഭാരവാഹികളും. രാജിക്കൊരുങ്ങുന്നത് ബത്തേരി മണ്ഡലത്തിലെ പാർട്ടി നേതാക്കൾ. വോട്ടർ പട്ടിക ചോർത്തിയെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. കമ്മീഷൻ സൂക്ഷിച്ചിരുന്ന 2,67,00,000 വോട്ടേഴ്സിന്റെ വിവരങ്ങൾ ചോർന്നുവെന്ന് പരാതി. കമ്മീഷൻ ഓഫീസിലെ ലാപ്ടോപ്പിലെ വിവരങ്ങൾ ചോർന്നുവെന്ന് FIR. അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്ന് രമേശ് ചെന്നിത്തല. വ്യാജ വോട്ടേഴ്സിനെ ചേർത്തവരുടെ പേരിലും അന്വേഷണം വേണമെന്ന് ആവശ്യം. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ സർക്കാർ. ഇന്നു മുതൽ കണക്കുകൾക്കൊപ്പം മരിച്ചവരുടെ പേരും പുറത്തുവിടുക. കോവിഡ് മരണമെന്ന് ഡോക്ടേഴ്സ് സ്ഥിരീകരിച്ചവ, നേരത്തെയുണ്ടായ മരണങ്ങളിൽ പരാതി ഉയർന്നവ പ്രത്യേകം പരിശോധിക്കും. 1ഉം 2ഉം തരംഗങ്ങളിലെ മരണക്കണക്ക് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ്. കോവിഡ് മരണക്കണക്കിൽ സംസ്ഥാനം ICMR മാർഗനിർദ്ദേശം പാലിച്ചില്ലെന്ന ആരോപണം. കോവിഡ് മരണങ്ങൾ മറച്ചുവെക്കുന്നുവെന്ന ആരോപണം ഗൗരവതരമെന്ന് ഉമ്മൻചാണ്ടി. കോവിഡിനെ പിടിച്ചുകെട്ടിയെന്ന് വരുത്തി തീർക്കാൻ കള്ളക്കണക്ക് പ്രചരിപ്പിച്ചെന്ന് K സുരേന്ദ്രൻ. കൊറോണ വൈറസിനെതിരെ കോവാക്സിൻ 77.8% ഫലപ്രദമെന്ന് ഭാരത് ബയോടെക്. 3ാം ഘട്ട പരീക്ഷണ വിവരങ്ങൾ പുറത്തുവിട്ട് കമ്പനി. ഡെൽറ്റ വകഭേദത്തിനെതിരെ വാക്സിൻ 65.2% ഫലപ്രദമെന്നും ഭാരത് ബയോടെക്. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 5 ലക്ഷത്തിൽ താഴെയായി. 24 മണിക്കൂറിനിടെ 44,111 പുതിയ കേസുകളും 738 മരണവും. രോഗമുക്തി നിരക്ക് 97.06%. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലെ സ്പിരിറ്റ് വെട്ടിപ്പിൽ നടപടി. ജനറൽ മാനേജറടക്കം 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. നിർത്തിവെച്ച മദ്യോൽപാദനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. കമ്പനി സന്ദർശിച്ച് പ്രതിപക്ഷ സംഘം. കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ് കുട്ടിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ വീഴ്ച വരുത്തിയ കൂടുതൽ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടികൾക്കൊരുങ്ങി CPIM. നടപടി ജില്ലാതല തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളുടെ ശുപാർശകൾ പരിഗണിച്ച് 4 ദിവസം നീളുന്ന CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണത്തിന്റെ മറവിൽ പൊട്ടിച്ചു കടത്തിയത് 2.5 ലക്ഷം ക്യൂബിക് മീറ്റർ പാറ. അനുമതി നൽകിയതിന്റെ 10 മടങ്ങ് പാറ പൊട്ടിച്ചെന്ന് ജിയോളജി വകുപ്പിന്റെ കണ്ടെത്തൽ. കരാറുകാർക്ക് 4.5 കോടി രൂപ പിഴ ചുമത്തി.
അങ്കമാലിയിൽ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സംഘത്തിന്റെ പരിശോധനയിൽ 3 ശ്രീലങ്കൻ പൗരന്മാർ അറസ്റ്റിൽ. വ്യാജരേഖ ചമച്ച് തമിഴ്നാട് സ്വദേശികളായി താമസിച്ചു വരികയായിരുന്നു. പരിശോധന നടന്നത് ഇന്ന് പുലർച്ചെ. ഭൂമിയിടപാട് വിവാദത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ പോസ്റ്റർ പ്രതിഷേധം. ഭൂമാഫിയകൾക്ക് വേണ്ടി മാർപ്പാപ്പയുടെ വിശ്വാസ്യതയെ തകർക്കുന്ന സിനഡ് നടപടി തിരുത്തണമെന്ന് ആവശ്യം. ബിഷപ്പ് ആന്റണി കരിയിൽ തിരികെ പോകണമെന്നും പ്രതിഷേധക്കാർ. പറവൂർ ആലങ്ങാട് ഗർഭിണിയായ യുവതിയെ മർദ്ദിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് ഭർത്താവിന്റെ സുഹൃത്ത് സകൽ. മുഖ്യപ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തം. യുവതിയെ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ്. കൊച്ചിയിൽ സ്ത്രീകൾക്കെതിരായ പീഡന പരാതിയിൽ വർധന. കഴിഞ്ഞ 1 മാസം കൊണ്ട് ലഭിച്ചത് 30ഓളം പരാതികളെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജ് 24നോട്. പരാതികളിലേറെയും സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഗാർഹിക പീഡനങ്ങളെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. വർക്കലയിൽ വിദേശ വനിതകളെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടാകാമെന്ന നിഗമനത്തിൽ പോലീസ്. ബീച്ച് പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. ബ്രിട്ടൻ, ഫ്രാൻസ് സ്വദേശികളായ വിദേശ വനിതകളെ സാമൂഹ്യവിരുദ്ധർ ആക്രമിച്ചത് കഴിഞ്ഞയാഴ്ച. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. കസ്റ്റംസ് പിടികൂടിയത് 921 ഗ്രാം സ്വർണം. മലപ്പുറം ചെട്ടിപ്പാടി സ്വദേശി നൌഷാദ് അറസ്റ്റിൽ. ഇന്ത്യയുമായി നടന്ന റഫാൽ യുദ്ധവിമാന ഇടപാട് അന്വേഷിക്കാൻ ഫ്രാൻസ്. അന്വേഷണം പ്രഖ്യാപിച്ച് നാഷണൽ ഫിനാൻസ് പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസ്. ഇടപാടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന ആരോപണങ്ങൾ പരിശോധിക്കും. മെയ് 15 മുതൽ ജൂൺ 15 വരെ 3 കോടി പോസ്റ്റുകൾക്കെതിരെ നടപടിയെടുത്തതായി ഫേസ്ബുക്ക്. ഇന്ത്യയിലെ IT ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 20 ലക്ഷം ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾക്കെതിരെയും നടപടിയെടുത്തെന്ന് അധികൃതർ. പ്രാഥമിക സഹകരണ സംഘങ്ങളെ കോർ ബാങ്കിംഗിലേക്ക് കൊണ്ടുവരുമെന്ന് മന്ത്രി VN വാസവൻ. മൊബൈൽ ബാങ്കിംഗ് അടക്കമുള്ള സേവനങ്ങൾ ലഭ്യമാക്കും. കലാകാരന്മാർക്കായി സഹകരണ സംഘം രൂപീകരിക്കുമെന്നും മന്ത്രി. സംവിധായകൻ ആന്റണി ഈസ്റ്റ്മാൻ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ. വർണ്ണത്തേര്, വയൽ, അമ്പടഞ്ഞാനെ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. സല്യൂട്ട് ചോദിച്ചു വാങ്ങാനല്ല DGPക്ക് കത്തയച്ചതെന്ന് തൃശൂർ മേയർ MK വർഗീസ്. തന്റെ ഉദ്ദേശശുദ്ധിയെ വളച്ചൊടിച്ചു. പോലീസുകാരെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ആദരവ് നൽകേണ്ട എന്നാണെങ്കിൽ വേണ്ടെന്നും MK വർഗീസ് 24നോട്. എറണാകുളം ഉദയംപേരൂരിൽ അച്ഛൻ മകനെ വെട്ടിക്കൊന്നു. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ കൊല്ലപ്പെട്ടത് ഉള്ളാടംപടയിൽ സന്തോഷ്. അച്ഛൻ മണിയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മകന്റെ നിരന്തര മർദ്ദനമാണ് കൊലയ്ക്ക് കാരണമെന്ന് അച്ഛന്റെ മൊഴി. മലപ്പുറത്ത് മദ്യപാനിയുടെ ആക്രമണത്തിൽ KSRTC കണ്ടക്ടർക്ക് സാരമായ പരിക്ക്. യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് ഇറക്കിവിട്ടതിന്റെ പ്രകോപനത്തിൽ കല്ലെറിയുകയായിരുന്നു. പരിക്കേറ്റത് പാലാ ഡിപ്പോയിലെ കണ്ടക്ടർ സന്തോഷിൽ. പ്രളയ പ്രതിസന്ധി മറികടക്കാൻ 130 കോടിയുടെ പദ്ധതിയുമായി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓപ്പറേഷൻ പ്രവാഹിന്റെ 1ാം ഘട്ടം ഈ മാസം പൂർത്തിയാകും. 26 മേഖലകളിൽ വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തികൾ നടത്തും. പദ്ധതി പ്രളയ സമയങ്ങളിൽ വിമാനത്താവളം അടച്ചിടുന്നത് ഒഴിവാക്കാം. ദേശീയവാർത്ത. പഞ്ചാബിൽ നവ്ജോത് സിംഗ് സിദ്ധുവിനെ അംഗീകരിക്കില്ലെന്ന് കോൺഗ്രസ് MLA മാർ. ദേശീയ നേതൃത്വത്തിന്റെ മൃദു സമീപനം തിരുത്തണമെന്നാവശ്യം. സിദ്ധുവിനെ പ്രോത്സാഹിപ്പിച്ചാൽ കടുത്ത നടപടികളിലേക്കെന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകൾ കൊണ്ടുവരുമെന്ന് മഹാരാഷ്ട്ര പരിസ്ഥിതി മന്ത്രി ആദിത്യ താക്കറെ. ഭാവിയിൽ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കും. സംസ്ഥാനത്തെ CBSE, ICE സ്കൂളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നടപടിയെടുക്കുമെന്ന് മന്ത്രി. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കിളവ്. ജില്ലയിലെ സ്മാരകങ്ങൾ സന്ദർശകർക്കായി തുറക്കും. വൈകുന്നേരം 4 മണി വരെയാണ് പ്രവേശനാനുമതി. ഡൽഹിയിലെ ബുദ്ധവിഹാർ മേഖലയിൽ തീപിടുത്തം. പൊള്ളലേറ്റ 4 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. തീ നിയന്ത്രണ വിധേയമായതായി ഡൽഹി അഗ്നിശമന സേന. ഹിന്ദി സീരിയൽ താരം പ്രജീൻ ചൗഹാൻ പീഡന കേസിൽ അറസ്റ്റിൽ. കസോട്ടി സിന്ദഗി എന്ന സീരിയലിലൂടെ പ്രശസ്തനായ നടനാണ്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ്. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്ക് പ്രത്യേക സുരക്ഷ നൽകണമെന്ന് കൽക്കട്ട ഹൈക്കോടതി. ഇസഡ് കാറ്റഗറി സുരക്ഷയ്ക്ക് പുറമെ സംസ്ഥാന സർക്കാരും സുരക്ഷ ഒരുക്കണം. കഴിഞ്ഞ മെയ് 18-ന് സുവേന്ദു അധികാരിക്ക് ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷ സംസ്ഥാന സർക്കാർ പിൻവലിച്ചിരുന്നു. മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ചോദ്യം ചെയ്യലിനായി ജൂലൈ 5-ന് ഹാജരാകണമെന്ന് നിർദ്ദേശം. ED നോട്ടീസ് അയച്ചത് 3-ാം തവണ. അനിൽ ദേശ്മുഖിന്റെ പേരിലുള്ളത് 100 കോടിയുടെ അഴിമതി കേസ്.
രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സഹായവുമായി ISRO സാറ്റലൈറ്റ് TV ക്ലാസ് റൂമുകൾക്ക് സാങ്കേതിക പിന്തുണ നൽകും. നീക്കം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആവശ്യത്തെ തുടർന്ന്. പഞ്ചാബിലെ കോൺഗ്രസ് ഭരണത്തെ ശക്തമായി വിമർശിച്ച് BSP നേതാവ് മായാവതി. വ്യാവസായിക വ്യാപാര മേഖലകളിൽ പഞ്ചാബ് വികസിക്കാത്തതിന് കാരണം കോൺഗ്രസ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിലാണ് സർക്കാരിന് താൽപര്യമെന്നും മായാവതിയുടെ ആരോപണം. ഇന്ത്യ പാക് അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചയാളെ പിടികൂടിയെന്ന് സൈന്യം. യുവാവിനെ പിടികൂടിയത് പൂഞ്ച് സെക്ടറിൽ നിന്ന്. നവി മുംബൈയിൽ 300 കോടിയുടെ ഹെറോയിൻ പിടികൂടി. ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റിൽ നിന്ന് കസ്റ്റംസ് പിടികൂടിയത് 290 കിലോ മയക്കുമരുന്ന്. കേസ് DRIക്ക് കൈമാറി. 2 പേർ പിടി. നോക്കാം അന്താരാഷ്ട്ര വാർത്ത. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വീണ്ടും യാത്രാവിലക്ക് ഏർപ്പെടുത്തി സൗദി അറേബ്യ. എത്യോപ്യ, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നതിന് വിലക്ക്. നിയന്ത്രണം നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യ ഉൾപ്പെടെ 9 രാജ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. രാജ്യം 5ാം ഘട്ട കോവിഡ് വ്യാപനത്തിലേക്ക് നീങ്ങുന്നുവെന്ന ആശങ്ക പ്രകടിപ്പിച്ച് ഇറാൻ പ്രസിഡന്റ്. തെക്കൻ പ്രവിശ്യകളിൽ ഡെൽറ്റ വ്യാപനത്തിന് സാധ്യത കൂടുതൽ. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ആശങ്ക പ്രകടമാക്കിയത് ഉന്നതതല യോഗത്തിൽ. സ്കൂളുകളിൽ കോവിഡ് ടെസ്റ്റ് നടത്തുന്നത് ചില ഘട്ടങ്ങളിൽ ഉചിതമായിരിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. രോഗലക്ഷണമില്ലാതെ കോവിഡ് സ്ഥിരീകരിക്കുന്നവരെ കണ്ടെത്താൻ ഉപകരിക്കും. സ്കൂളുകൾ അടച്ചിടേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാമെന്നും WHO യൂറോപ്പ് മേഖലാ മേധാവി. കാട്ടുതീ പടർന്ന പടിഞ്ഞാറൻ മേഖലകളിലേക്ക് സൈന്യത്തെ അയക്കാൻ കനേഡിയൻ സർക്കാർ. പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വംശീയ വിവേചനത്തിനെതിരെ കായിക താരങ്ങൾക്ക് നിലപാടുകൾ പ്രകടിപ്പിക്കാമെന്ന് ടോക്കിയോ ഒളിമ്പിക്സ് കമ്മിറ്റി. മത്സരവേദിക്ക് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനും മുദ്രാവാക്യങ്ങൾ എഴുതിയ വസ്ത്രങ്ങൾ ധരിക്കാനും അനുമതി. സാങ്കേതിക തകരാറിനെ തുടർന്ന് കാർഗോ വിമാനം പസഫിക് സമുദ്രത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. അർദ്ധരാത്രിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ബോയിംഗ് 737 കാർഗോ വിമാനം. പൈലറ്റുമാർ രക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. ഫോക്സ് ന്യൂസിനെതിരെ പിഴ ചുമത്തി ന്യൂയോർക്ക് സിറ്റി കമ്മീഷൻ. ലൈംഗിക പീഡന പരാതികൾ, തൊഴിൽ മേഖലയിലെ അരക്ഷിതാവസ്ഥ തുടങ്ങിയ വിഷയങ്ങളിൽ നിയമ നടപടി എടുത്തില്ലെന്ന് കമ്മീഷൻ. ചുമത്തിയിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പിഴത്തുക. ജപ്പാനിലെ ഷിസോക്ക പ്രവിശ്യയിൽ കനത്ത മഴയും ഉരുൾപൊട്ടലും. 20 പേരെ കാണാതായെന്ന റിപ്പോർട്ടുകൾ. ഉരുൾപൊട്ടലിൽ ആത്മീയ നഗരത്തിലെ നിരവധി വീടുകൾ മണ്ണിനടിയിലെന്ന് ദുരന്ത നിവാരണ വകുപ്പിന്റെ റിപ്പോർട്ട്. സൈബർ ആക്രമണത്തെ തുടർന്ന് ഉപയോക്താക്കളോട് സെർവറുകൾ ഷട്ട് ഡൌൺ ചെയ്യാൻ നിർദ്ദേശിച്ച് അമേരിക്കൻ IT കമ്പനി കാസയ. VSA സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ചുരുക്കം ചിലർക്ക് മാത്രമേ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളൂവെന്ന് കമ്പനി. പണം ആവശ്യപ്പെട്ട് കമ്പനിക്കെതിരെ ആക്രമണം നടന്നത് ഇന്നലെ. ടെസ്ലയുടെ കാർ യാത്രയ്ക്കിടെ കത്തിനശിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് അമേരിക്കൻ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി അതോറിറ്റി. എസ്പ്ലേഡ് മോഡൽ കത്തിനശിച്ചതിന് പിന്നിലെ കാരണം വ്യക്തമല്ല. അപകടമുണ്ടായ കാർ ലോക്കായി ഡ്രൈവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി നോക്കാം ജില്ലാ വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസ് അസോസിയേഷൻ. 41,82,270 രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി ധനമന്ത്രി KN ബാലഗോപാൽ. ട്രൈബൽ ഹോസ്റ്റലുകൾ തുറക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണം. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് സെക്രട്ടറി, വകുപ്പ് ഡയറക്ടർ എന്നിവർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം വിഴിഞ്ഞം അടിമലത്തുറയിൽ വളർത്തുനായെ തല്ലിക്കൊന്ന സംഭവത്തിൽ 2 പ്രതികളെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും. 3ാമത്തെയാൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ജുവനൈൽ കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് പോലീസ്. സംസ്ഥാന പോലീസ് മേധാവി വൈ അനിൽകാന്തിനെ സന്ദർശിച്ച് ഫയർഫോഴ്സ് മേധാവി ഡോക്ടർ ബി സന്ധ്യ. DGP ചുമതല ഏറ്റെടുത്ത ചടങ്ങിൽ ബി സന്ധ്യയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പോലീസ് ആസ്ഥാനത്തെത്തി വൈ അനിൽകാന്തിനെ കണ്ടു. കൊല്ലം പുനലൂർ ബ്രോഡ്ഗേജ് റെയിൽപാതയിലെ വൈദ്യുതീകരണ ജോലികൾ ആരംഭിച്ചു. വൈദ്യുതി തൂണുകൾ സ്ഥാപിക്കുന്നതിനുള്ള ജോലികൾ പുരോഗമിക്കുന്നു. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ തേജ് ലോഹിത് റെഡ്ഡി. നിർദ്ദേശം ആശുപത്രിയിൽ കിടക്കകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്ലാന്റ് നിർമ്മിക്കാനുള്ള നടപടിയെടുക്കണമെന്ന് NHM എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ നിർദ്ദേശം. ആലപ്പുഴ കലവൂരിൽ സ്പിരിറ്റുമായി എത്തിയ ടാങ്കർ ലോറി മറിഞ്ഞു. ടാങ്കർ ക്രെയിൻ ഉപയോഗിച്ചുയർത്തി. ചോർച്ച നിയന്ത്രണ വിധേയം. അപകടത്തിൽപ്പെട്ടത് തിരുവല്ലയിലേക്ക് സ്പിരിറ്റുമായി പോയ ടാങ്കർ ലോറി.
ആലപ്പുഴ പത്തിയൂർ പാലമൂട്ടിൽ നിന്ന് 20 ലിറ്റർ വ്യാജമദ്യവും 90 ലിറ്റർ കോടയും പിടികൂടി. കണിച്ചനല്ലൂർ സ്വദേശി സാബു അറസ്റ്റിൽ. മിന്നൽ പരിശോധന നടത്തിയത് കായംകുളം എക്സൈസ് റേഞ്ച് സംഘം. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് ഡിവൈഎഫ്ഐ കുലശേഖരമംഗലം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി. ഉദ്ഘാടനം നിർവഹിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ രോഹിത്. സഹായമെത്തിച്ചത് ഗവൺമെന്റ് LP സ്കൂൾ, കുലശേഖരമംഗലം NIM UP സ്കൂൾ, മറ്റപ്പറമ്പ് എന്നിവിടങ്ങളിൽ. ഇടുക്കി ചിന്നക്കനാലിൽ റവന്യൂ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചു. നടപടി മുട്ടുകാട് മുനിയറക്കുന്നിലെ 10 ഏക്കറിലധികം ഭൂമിയിൽ. മുനിയറക്കുന്നിന്റെ പല പ്രദേശങ്ങളിലായി ഭൂമി കയ്യേറി ഏലം കൃഷി നടത്തിയിരുന്നു. കയ്യേറ്റത്തിന് പിന്നിൽ റിസോർട്ട് ഭൂമാഫിയ എന്ന സൂചന. ഇടുക്കി മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ് സെന്റർ നവീകരണം അവസാന ഘട്ടത്തിൽ. പദ്ധതി പൂർത്തീകരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി. മദ്യവിൽപ്പന കേന്ദ്രങ്ങൾക്ക് മുന്നിൽ നിൽപ്പ് സമരം നടത്താൻ കാറ്ററിംഗ് തൊഴിലാളികളും ഉടമകളും. സമരം ഈ മാസം 6 രാവിലെ 10 മണി മുതൽ 1 മണി വരെ 20 പേരെ മാത്രം വെച്ച് ചടങ്ങുകൾ നടത്തണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ. എറണാകുളം പാലാരിവട്ടത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ കഞ്ചാവ് ചെടി പിടികൂടി. പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരിശോധന നടത്തിയത് എക്സൈസ് നോർത്ത് CI ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. അഭിമന്യു രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത SFI കൊച്ചിയിലെ 700-ലധികം വിദ്യാർത്ഥികൾക്ക് ന്യൂസ് പേപ്പർ ചലഞ്ചിലൂടെ പഠനോപകരണങ്ങൾ കൈമാറി. വിതരണോദ്ഘാടനം നിർവഹിച്ച് കൊച്ചി MLA KJ മാക്സി. വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ കോൺഗ്രസ് പ്രതിഷേധം. ജില്ലാ വ്യാപകമായി 2000-ലധികം ബൂത്തുകളിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച് DCC പ്രസിഡന്റ് MV വിൻസെന്റ്. പാലക്കാട് പട്ടിത്തറ പഞ്ചായത്തിലെ പെൻഷൻ തിരിമറിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP. പ്രതിഷേധം സംഘടിപ്പിച്ച പട്ടിത്തറ പഞ്ചായത്ത് കമ്മിറ്റി. ജില്ലാ ജനറൽ സെക്രട്ടറി KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് തല ഈസ് ഓഫ് ലിവിംഗ് പരിശീലനം നടന്നു. ഉദ്ഘാടനം നിർവഹിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റജീന. കുടുംബങ്ങളുടെ നിലവിലെ സ്ഥിതി വിലയിരുത്തുന്നതിനുള്ള സർവേ മറ്റന്നാൾ തുടങ്ങും. പാലക്കാട് മുതുതലയിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും തുടങ്ങി. ഉദ്ഘാടനം നിർവഹിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി. ഫലവൃക്ഷ തൈകൾ, പ്രാദേശികമായി വിളവെടുത്ത പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ വിപണി. പാലക്കാട് വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അടഞ്ഞു കിടന്നതോടെ പാർക്കിനുള്ളിൽ പൊന്തക്കാടുകൾ നിറഞ്ഞിരുന്നു. ലോക്ഡൌൺ ഇളവുകൾ വരുന്ന സാഹചര്യത്തിൽ പാർക്കിൽ പ്രവേശനം അനുവദിച്ചേക്കും. പാലക്കാട് നെന്മാറയിൽ വ്യാജമദ്യം പിടിച്ച കേസിൽ എക്സൈസ് അന്വേഷിക്കുന്ന പ്രതി പിറന്നാൾ ചിത്രം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. ഡിവൈഎഫ്ഐ മുൻ നെന്മാറ മേഖലാ സെക്രട്ടറി ഉണ്ണിലാൽ വിത്തനശ്ശേരിയാണ് ചിത്രം പങ്കുവച്ചത്. പിറന്നാൾ ആശംസകൾക്ക് നന്ദിയെന്നും സത്യം പുറത്തുവരുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. പാലക്കാട് പട്ടാമ്പിയിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. 200 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത് മണ്ണേങ്കോട് സ്വദേശി സൈനുദ്ദീൻ. പരിശോധന നടത്തിയത് പട്ടാമ്പി എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ. മലപ്പുറം ശാന്തപുരത്ത് ക്വാറിയും ക്രഷറും നിർമ്മിക്കുന്നതിനെ ജനകീയ പ്രതിഷേധം. സർവേ നടപടികൾ നിർത്തിവെച്ചു. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നാട്ടുകാർ. മലപ്പുറം ചുണ്ടത്തുംപോയിൽ ആദിവാസി കോളനിയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ ആക്രമണത്തിൽ 2 ആടുകൾ ചത്തിരുന്നു. പ്രദേശത്തെ കാട്ടാന ശല്യം രൂക്ഷം. റേഷൻ കാർഡ് തരംതിരിക്കലിൽ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരവും ജനകീയ ഒപ്പുശേഖരണവും. മഞ്ചേരി ഉള്ളാണിക്കുന്ന് റേഷൻ കടയ്ക്ക് മുന്നിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത് മഞ്ചേരി മണ്ഡല വൈസ് പ്രസിഡന്റ് സാദിഖ് കുളമടത്തിൽ. നിർധനർക്ക് തിരിച്ചടിയാകുന്ന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യം. മലപ്പുറം താനൂർ എടക്കടപ്പുറത്തെ കടൽ ഭിത്തി നിർമ്മാണം വിലയിരുത്തി മന്ത്രി V അബ്ദുറഹ്മാൻ. കടലാക്രമണ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പുനർഗേഹം പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി. കോഴിക്കോട് കല്ലാമല UP സ്കൂളിൽ എന്റെ നോട്ട് പുസ്തകം വിദ്യാലയത്തിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തന രേഖകൾ രക്ഷിതാക്കൾ വിദ്യാലയത്തിൽ എത്തിക്കും. യശ്വന്ത്പുര കണ്ണൂർ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്ന കോഴിക്കോട് MP MK രാഘവൻ. റെയിൽവേ ബോർഡ് ചെയർമാൻ കത്ത് നൽകി. ബംഗളൂരു കണ്ണൂർ സർവീസ് കോഴിക്കോട് വരെ നീട്ടണമെന്നും ആവശ്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ ബ്രെയിൻ ലിപിയിൽ പുറത്തിറക്കി. കാഴ്ച പരിമിതിയുള്ളവർക്കായി കൃതികൾ പുറത്തിറക്കിയത് അസബാഗ് സൊസൈറ്റി ഫോർ ദ ബ്ലൈൻഡ്. കോഴിക്കോട് മാവൂരിൽ റോഡരികിൽ അപകട ഭീഷണിയായി നിന്ന മരങ്ങൾ മുറിച്ചുമാറ്റി. ഡയമണ്ട് ജംഗ്ഷനിലെ മരങ്ങളാണ് മുറിച്ചു നീക്കിയത്. വയനാട് താഴേക്കരണി കല്ലച്ചഞ്ചിറ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച് രാഹുൽ ഗാന്ധി MP. റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കാസർഗോഡ് മലയോര മേഖലകളിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഡിവൈഎഫ്ഐ വളാംതോട് ചാമുണ്ടിക്കുന്നിൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച് CPIM ഏരിയ കമ്മിറ്റി അംഗം PG മോഹൻ.
കാസർഗോഡ് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സഹായവുമായി ബളാൽ പഞ്ചായത്തിലെ അധ്യാപക കൂട്ടായ്മ. കൊന്നക്കാട് വെള്ളരിക്കുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അധ്യാപകർ വാഷിംഗ് മെഷീൻ കൈമാറി. പാചകവാതക വിലവർദ്ധനയിൽ പ്രതിഷേധവുമായി കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ. നീലേശ്വരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ അടുപ്പ് കൂട്ടി സമരം നടത്തി. ഇനി എന്റർടൈൻമെന്റ് ന്യൂസ്. ബോളിവുഡ് നടൻ ആമിർ ഖാനും ഭാര്യ കിരൺ റാവുവും വേർപിരിഞ്ഞെന്നും അവസാനിപ്പിച്ചത് 15 വർഷത്തെ ദാമ്പത്യ ജീവിതമെന്നും വാർത്ത. ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണെന്ന് ആമിർ ഖാനും ഭാര്യ കിരൺ റാവു. മമ്മൂട്ടി വീണ്ടും തെലുങ്ക് ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നു. അഖിൽ അക്നേനി നായകനാകുന്ന ഏജന്റ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി എത്തുക പ്രതിനായക വേഷത്തിൽ. സുരേന്ദർ റെഡ്ഡിയാണ് സംവിധാനം. റഷ്യയ്ക്കും കാനഡയ്ക്കുമിടയിലുള്ള ധ്രുവപ്രദേശത്ത് സാധാരണയിൽ വലിപ്പമുള്ള ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടെന്ന് വ്യാജ പ്രചാരണം. വീഡിയോ സഹിതമാണ് പ്രചാരണം. യഥാർത്ഥത്തിൽ യുക്രൈനിലെ CG ആർട്ടിസ്റ്റ് അലക്സി ഡിജിറ്റലായി നിർമ്മിച്ച വീഡിയോയാണ് പ്രചരിപ്പിക്കുന്നത്. ഹോങ്കോങ്ങിലെ മോൺസ്റ്റർ ബിൽഡിംഗിന്റേതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട്. സത്യാവസ്ഥയിൽ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും ഉയരം കൂടിയതുമായ പാർപ്പിട സമുച്ചയമെന്ന രീതിയിലാണ് ചിത്രം പ്രചരിക്കുന്നത്. കൗതുകമുളവാക്കുന്ന വിവിധ തരം തലക്കെട്ടോടെയാണ് പ്രചാരണം. ചിത്രം ഹോങ്കോങ്ങിലെ മോൺസ്റ്റർ ബിൽഡിംഗിന്റേതെന്നും പ്രചാരണത്തിൽ അവകാശപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എഡിറ്റ് ചെയ്ത ചിത്രമാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. ട്രിസ്റ്റാൻ സോവു എന്ന ചൈനീസ് ഫോട്ടോഗ്രാഫർ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച ചിത്രമാണിത്. ഡിസ്ക്രിപ്ഷനിൽ ചിത്രം താൻ എഡിറ്റ് ചെയ്തതാണെന്ന് ട്രിസ്റ്റാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ സ്ഥിര പരാതി പരിഹാര ഓഫീസറെ ഉടൻ നിയമിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചു ട്വിറ്റർ. താൽക്കാലിക ഓഫീസറെ ട്വിറ്റർ നിയമിച്ചിരുന്നുവെങ്കിലും ജൂൺ 21 രാജിവെച്ചിരുന്നു. വള്ളാർപാടം റെയിൽപാതയുടെ താൽക്കാലിക ബണ്ടും നിർമ്മാണാവശിഷ്ടങ്ങളും നീക്കം ചെയ്യുമെന്ന് മന്ത്രി P. രാജീവ്. കളമശ്ശേരി, ഏലൂർ, മുപ്പത്തടം, ആലുവ ഭാഗങ്ങളിലെ വെള്ളപ്പൊക്കത്തിന് ഇത് കാരണമായിരുന്നു. ജലവിഭവ അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിനത്തിലെ അവസാന മത്സരം അല്പസമയത്തിനുള്ളിൽ മഴ മൂലം ടോസ് വൈകുന്നു. പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാകും. ഇന്ന് ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. ഘട്ടിമിൽ നിന്നുള്ള MLA പുഷ്കർ സിംഗ് ധാമി. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി കേന്ദ്രമന്ത്രി V. മുരളീധരൻ. കോവിഡ് മരണം രേഖപ്പെടുത്തുന്നതിൽ സർക്കാർ മുന്നോട്ടു പോകുന്നത് പ്രോട്ടോകോൾ ലംഘനത്തിലൂടെ. സംസ്ഥാന സർക്കാർ ICMR ചട്ടം അനുസരിക്കണമെന്നും കേന്ദ്രമന്ത്രി.